വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനായിട്ട്? ഒരിക്കലും ഇല്ല, സമ്മതിക്കത്തേ ഇല്ല. നീ ഇനി മുതൽ ഈ പരിപാടി നിർത്തിക്കോണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഫസ്റ്റ് കാര്യം മനസ്സിലായില്ല. ഫസ്റ്റ് വന്നിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സിനിമയിൽ കാണുന്ന പ്രേതങ്ങളല്ല റിയലിസ്റ്റിക് ആയിട്ട്. എനിക്ക് ധൈര്യമേ ഇല്ല. ഞാനും പേടിക്കുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് പേടിക്കുന്ന വ്യക്തിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ എപ്പോഴും തൊപ്പി വെക്കുന്നത് എന്തിനാണ്? ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ എന്താന്ന് നിങ്ങൾ തമിഴിൽ കണ്ട് തന്നെ ഗസ് ചെയ്ത് കാണും. സോ Q&A വീഡിയോ ആണ്. ഏകദേശം ഒരു മാസത്തിന് മുന്നേ വന്നിട്ട് നമ്മളൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വന്നിട്ട് കമന്റ് ചെയ്യുക, ഞാൻ വന്നിട്ട് അതിന് ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ്. സോ കുറെ അധികം കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ് ചെയ്ത എല്ലാവർക്കും വന്നിട്ട് താങ്ക് യു. സോ ഇപ്പോ ആ കമന്റ്സിന് എല്ലാത്തിനും, മാക്സിമം എല്ലാത്തിനും എനിക്കറിയില്ല, ഒരുവിധം എല്ലാത്തിനും വന്നിട്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം എല്ലാ കമന്റ്സിനും വന്നിട്ട് റീപ്ലൈ തരാം. ഇന്ന് ആ വീഡിയോ ആണ്. അതിനു മുന്നായിട്ട് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും വന്നിട്ട് ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ തുടങ്ങാം. പ്രേതം സത്യമാണെന്ന് മനസ്സിലാക്കിയത് എപ്പോഴാണ്? മനസ്സിലാവാൻ കാരണമായ അനുഭവം എന്താണ് എന്നും കൂടെ പറയൂ. അനുഭവം, അതായത് ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് വന്നിട്ട് പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അത് വന്നിട്ട് ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റത്തില്ല, ലോങ് സ്റ്റോറിയാണ്. അത് വന്നിട്ട് വേണമെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ പിന്നീട് എപ്പോഴെങ്കിലും ചെയ്യാം. സോ ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എനിക്ക് വന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ഇതാണ് ഉത്തരം. രണ്ടാമത്തെ ചോദ്യം, ചേട്ടൻ ആദ്യമായി ഇങ്ങനെയൊക്കെ ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളതിന്റെ കാരണം? ഫസ്റ്റ് വന്നിട്ട് എനിക്ക് ഇതുകൊണ്ട് മീഡിയയിൽ അല്ലെങ്കിൽ വന്നിട്ട് യൂട്യൂബിലായിക്കോട്ടെ എന്തെങ്കിലും ആൾറെഡി ഫസ്റ്റ് വന്നിട്ട് ഇതുകൊണ്ട് ക്യാമറ, ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ടെക്ക് ഇതുപോലെ കാര്യങ്ങളൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് ഞാൻ. സോ ക്യൂരിയോസിറ്റി ഉള്ള ഒരാളാണ്. സോ അങ്ങനത്തെ എനിക്ക് വന്നിട്ട് എവിടെങ്കിലും എന്തെങ്കിലും വന്നിട്ട് ഒന്ന് പ്രൂവ് ചെയ്യണം, അതായത് മീഡിയയിൽ എവിടെങ്കിലും എന്തെങ്കിലും വന്നിട്ട് ഒന്ന് പ്രൂവ് ചെയ്യണം എന്നുള്ള ഒരു ഇത് നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണത്തില്ലേ. സോ അതിന്റെ ഇത് തന്നെ എനിക്ക് വന്നിട്ട് ഇപ്പോഴല്ല, ഒരു 3-4 വർഷത്തിന് മുന്നേ തന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ ചേർന്നിട്ട് വന്നിട്ട് ഒരു മിനി വെബ് സീരീസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി കൊളാബ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ടെക് ചാനൽ ഉണ്ടായിരുന്നു. സോ അങ്ങനെ 2 യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ആൾറെഡി. ബട്ട് അതിനകത്ത് നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ തനിയെ വന്നിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയ ചാനലാണ് ഈ ഡെയറിങ് സൂര്യ യൂട്യൂബ് ചാനൽ. ചേട്ടൻ ഗോസ്റ്റ് കണ്ടന്റ് കൂടാതെ വേറെ എന്തെങ്കിലും ഒക്കെ കൂടി തുടങ്ങും. എപ്പോഴും ഒരു കണ്ടന്റ് തന്നെ ആകുമ്പോൾ ഒരു രസമില്ല, പിന്നെ ഗോസ്റ്റ് കണ്ടന്റും വേണം, അതിന്റെ കൂടെ തന്നെ വേറെ കണ്ടന്റ് എന്തെങ്കിലും കൂടി ചെയ്യാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലിന്റെ സ്റ്റാർട്ടിങ് തന്നെ പല കണ്ടന്റ് വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കണ്ടന്റുകളും ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റ് ആയിരുന്നു. ബട്ട് അത് വന്നിട്ട് ഫ്യൂച്ചറിൽ വന്നിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഗോസ്റ്റ് ഹണ്ടിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, അത് ഇതുവരെ എനിക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല, അവിടെ ലോക്ക് ആയിട്ടിരിക്കുക. ഈ ചാനലിൽ വന്നിട്ട് വേറെ വീഡിയോസ്, വേറെ കണ്ടന്റുകൾ ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ഇടുക. ലൈവ് വീഡിയോസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? ലൈവ് വീഡിയോ ചെയ്യണം എന്ന ആഗ്രഹമുള്ളത് ലൈക്ക് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചിരിക്കുന്ന ഇമോജി ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ വന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ വന്നിട്ട് പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലത്തോ അല്ല പോകുന്ന സ്ഥലം വന്നിട്ട് എന്താ പറയാ പ്രോപ്പറായിട്ട് ഓക്സിജൻ പോലും കിട്ടാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. 85% നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് നൈറ്റ് വിഷൻ ക്യാമറ മിക്ക സ്ഥലത്തും വന്നിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ ഞാൻ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ പറയാറുണ്ട് ആ കാര്യങ്ങളൊക്കെ. സോ ഇപ്പൊ ഇവർ ചോദിച്ചിരിക്കുന്നത് ലൈവ് വീഡിയോ എന്തുകൊണ്ടാണ് ചെയ്യാത്തെന്നുള്ളത്. പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടാത്തതിന്റെ ഫലമായിട്ടാണ് ഈ ലൈവ് വീഡിയോ ചെയ്യാൻ പറ്റാത്തത്. ബ്രോ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഗോസ്റ്റ് കണ്ടന്റ് ചെയ്യാൻ തോന്നിയത്? ബ്രോ ദൈവവിശ്വാസിയാണോ എന്നുള്ള ചോദ്യമാണ്.
എന്താണ് ചെയ്യാൻ കാരണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ ഗോസ്റ്റ് കണ്ടന്റ് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യുന്നതിൽ വന്നിട്ട് എന്തെങ്കിലും യൂണീക്കായിട്ട് ചെയ്യണം എന്നുള്ള മൈൻഡ് സെറ്റാണ്. അന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് ഗോസ്റ്റ് ഹണ്ടിങ് അത്ര പോപ്പുലർ അല്ലായിരുന്നു. സോ അത് അധികം ചെയ്യാത്തതുകൊണ്ട് ആ കണ്ടന്റ് ചൂസ് ചെയ്തു. പിന്നീടാണ് മനസ്സിലായത് അത് എത്രമാത്രം ആഴത്തിലുള്ള സംഭവമാണ്. സോ ഇപ്പോഴും അത് റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്നു. ദൈവവിശ്വാസിയാണോ ചോദിച്ചിട്ടുണ്ട്. ദൈവവിശ്വാസി തന്നെയാണ്. അതല്ലാതെ എനിക്ക് ഇത്രയും ദൂരം മുന്നോട്ട് വരാൻ പറ്റത്തില്ല ഇത്ര റിസ്ക് കണ്ടന്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ എപ്പോഴും തൊപ്പി വെക്കുന്നത് എന്തിനാണ്? തൊപ്പി വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ തൊപ്പി വയ്ക്കാത്ത ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്ത് കൊള്ളുക. പറ്റിയ അവസരമാണ് പറയാൻ. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്തോളൂ. തൊപ്പി വെക്കുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തൊപ്പി വയ്ക്കുന്നുണ്ടായിരുന്നു. സാധാരണ സ്റ്റാർട്ടിങ്ങിൽ തൊപ്പി വയ്ക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, ഓരോ വീഡിയോസിന്റെയും ബിഹൈൻഡ് ദ സീൻസ് ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ, ലാസ്റ്റ് അതുകൂടി കാണിച്ചാൽ കൊള്ളാമായിരുന്നു. ലൈക്ക് ബ്ലൂ പേസ് ഓർ ദ എഫേർട്സ് ബിഹൈൻഡ് യുവർ സക്സസ്ഫുൾ വീഡിയോസ് ബ്രോ. ബിഹൈൻഡ് സീൻസ് കാണിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസ് അല്ല നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് ബ്ലൂ പേഴ്സും അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ എന്താ പറയാ, പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്ത വീഡിയോ ആണെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് ഒന്ന് നടക്കുന്നത് വേറെ ഒന്നാണെങ്കിൽ അത് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് കറക്റ്റ് ബ്ലൂ പേഴ്സ് ആകത്തുള്ളൂ. പക്ഷെ എന്റെ മൈൻഡ് സെറ്റ് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതല്ല, നമ്മളിപ്പോ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ എന്താണോ സംഭവിക്കുന്നത് അതെടുത്ത് കാണിക്കുക. അപ്പൊ അവിടെ നടക്കുന്നതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുക. അപ്പൊ അവിടെ ഒരു ബ്ലൂ പേഴ്സ് എന്ന് പറഞ്ഞ സംഭവം വരാൻ ചാൻസ് ഇല്ല. അതിലുപരി പേടിച്ചിട്ട് ചില പല കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അത് കാണിക്കാൻ പറ്റുമോ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ട്രൈ ചെയ്യാം. ഓക്കെ ബ്രോ, ഇതുപോലെയുള്ള ഹാണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഫസ്റ്റ് ഒരു സോറി, കാരണം എനിക്ക് കമന്റ് ഇട്ടവരുടെ വന്നിട്ട് പേര് വായിക്കാൻ പറ്റുന്നില്ല. കാരണം ആദ്യമേ 2-3 പേര് വായിച്ചായിരുന്നു. അത് അവരുടെ ചാനൽ ക്ലിക്ക് ചെയ്ത് അകത്ത് പോയിട്ടാണ് ഞാൻ പേര് നോക്കുന്നത്. കാരണം ഇതിനകത്ത് യൂസർ നെയിമാണ് കാണിക്കുന്നത്. അതിങ്ങനെ ഒന്നിച്ചിട്ടിരിക്കുക, JCB ടിപ്പർ JCB ഒന്നിച്ചിട്ടിരിക്കുക. അത് ഇതിലേതാ പേര് എന്നൊക്കെ ഒരു പിടുത്തം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പേര് വായിക്കാത്തത്. ഓക്കെ, വീട്ടിൽ അതായത് ഒരു ഷൂട്ടിന് പോയി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് മാക്സിമം മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് വരത്തുള്ളൂ. അതാ അതിന്റെ ശരി. ഓക്കെ, വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്. ബട്ട് അത് അത്ര വലിയ അഫക്റ്റീവായിട്ട് നമുക്ക് വീട്ടിൽ വെച്ച് എനിക്ക് ഉണ്ടായിട്ടില്ല. ബട്ട് ഉണ്ടായിട്ടുണ്ട്, ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ബ്രോ, ഇതുവരെ വീഡിയോ ചെയ്തതിൽ ഏറ്റവും ഹാർട്ട് ടച്ചിങ് ആയത് ഏത് വീഡിയോ ആണെന്നാണ് ചോദിക്കുന്നത്. സോ എല്ലാവരും ഇതിന് റീപ്ലൈ വന്നിട്ടുണ്ട്. മഹ എന്ന് പറഞ്ഞ വീഡിയോ, അതിന് റീപ്ലൈ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മഹ എന്ന് പറയുന്ന ആ ഒരു വീഡിയോ ആണ്, ആ ഒരു ചാപ്റ്റർ ആണ്. ബട്ട് എന്റെ പേഴ്സണലായിട്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മഹ എന്ന് പറയുന്ന വീഡിയോ എത്രത്തോളം ഡെപ്ത് ആയിട്ട് ഡീപ്പായിട്ട് നിങ്ങൾക്ക് വന്നിട്ട് ഫീലിങ്സ് എമോഷണൽ വന്ന് ടച്ച് ആയിട്ടുണ്ടോ, അതേപോലെ തന്നെ ഇപ്പോഴാണ് നമ്മുടെ ഈ ഓഡിയൻസ് ഒക്കെ ഇത്രയും ഇതായിട്ട് ക്രിയേറ്റ് ആയത്. ഇതിന് മുന്നേ തന്നെ ഒരു വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർ കാണുമായിരിക്കും. സ്വിമ്മിംഗ് പൂൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 കുട്ടികളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതും ഈ മഹയുടെ വീഡിയോസും എനിക്ക് ആൾമോസ്റ്റ് സെയിം എമോഷണൽ ടച്ച് ഉണ്ടാകുന്ന വീഡിയോ തന്നെയാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. സോ കണ്ടു നോക്കുക. സോ അതും വേറെ ലെവൽ വീഡിയോ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ സൂര്യയുടെ ബിഗ് ഫാനാണ്. താങ്ക് യു. എല്ലാ വീഡിയോസും കാണാറുണ്ട്. പിന്നെ വേറെ കാര്യം, നിങ്ങളാരും എൻ്റെ ഫാനല്ല, ഞാനാണ് നിങ്ങളുടെ ഫാൻ. കാരണം ഇതുപോലെയുള്ള ഒരു കണ്ടന്റ് എന്നെ പോലെയുള്ളവരെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ ഫാനാണ് ഞാൻ. ഒരിക്കലും നിങ്ങൾ എൻ്റെ ഫാനല്ല. നിങ്ങൾക്ക് പറയാം, ബട്ട് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനാണ് നിങ്ങളുടെ ഫാൻ. സൂര്യയുടെ ഫാമിലിയെ കുറിച്ച് അറിയണമെന്നുണ്ട്. വീട് എവിടെയാണ്, മാരീഡ് ആണോ, വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ ഇങ്ങനൊക്കെ ഒറ്റയ്ക്ക് പോകുന്നതിന്, പിന്നെ തന്നെ പോകാതെ ഒരാളെങ്കിലും കൂടെ കൂട്ട്. വീഡിയോ കാണുന്ന ഓരോരുത്തരുടെയും സമാധാനത്തിന് വേണ്ടിയെങ്കിലും എല്ലാ പ്രാർത്ഥനയും ഉണ്ട് കേട്ടോ. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. 2-3 ക്വസ്റ്റ്യൻ ഉണ്ട് ഒരേ കമന്റിൽ തന്നെ, ഓരോന്നായിട്ട് പറയാം. ഫാമിലിയെ കുറിച്ച് അറിയണമെന്നൊന്ന് പറയുന്നുണ്ട്. ഫാമിലി, ഞാൻ, അമ്മ, അച്ഛൻ, പിന്നെ പെങ്ങളുണ്ടായിരുന്നു. പെങ്ങൾ വന്നിട്ട് മാരേജ് ആയി.
സോ ഇതാണ് ഫാമിലി. ഞങ്ങൾ 4 പേരായിരുന്നു. വീട്ടുകാർ സമ്മതിക്കുന്നുണ്ടോ ഇങ്ങനെ ഒറ്റയ്ക്ക് പോകാനായിട്ട്? ഒരിക്കലും ഇല്ല, സമ്മതിക്കത്തേ ഇല്ല. ചാനലിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ വന്നിട്ട് അടി പിടി ഏറ്, മറ്റേ പലക കൊണ്ട് ഏറ്, ചുറ്റിക കൊണ്ട് ഏറ്, ഇതൊക്കെ മേടിച്ചിട്ടായിരുന്നു ഷൂട്ടിന് പോകുന്നത്. ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് 3 വർഷം, അടുത്ത മാസം ജനുവരി 31 3 വർഷമാകും. സോ ഇപ്പൊ സമ്മതം എന്ന് പറയാൻ പറ്റത്തില്ല. മറ്റേ മറ്റേ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലേ, ഏറ് പിടുത്തം, തേങ്ങ കൊണ്ട് ഏറ്, അതിപ്പോ ഇല്ല. ബട്ട് സമ്മതവും ഇല്ല, അത്ര ഏറില്ലെന്നേ ഉള്ളൂ. ബട്ട് ഓക്കെയാണ്, കുഴപ്പമില്ല. അവർക്ക് മനസ്സിലായിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും മനസ്സ് മാറത്തില്ല എന്നുള്ള അവർക്ക് മനസ്സിലായി. അതാണ് സംഭവം. ഷൂട്ടിന് പോകുന്ന സമയത്താണെങ്കിൽ ഒരാളെങ്കിലും കൂടെ കൊണ്ടുപോകൂ എന്ന് പറയുന്നുണ്ട്. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് കൊണ്ടുപോകാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് കൊണ്ടുപോകാൻ പറ്റാത്തതിന്റെ റീസൺ ഞാൻ വന്നിട്ട് പല വീഡിയോയും പറഞ്ഞിട്ടുണ്ട്. സോ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയും നമ്മുടെ വീഡിയോയിൽ മാക്സിമം വന്നിട്ട് നമ്മൾ നജീബ് കൂടെ കാണും. ഓക്കെ. അയ്യോ, ഇന്നത്തെ ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട് വന്നിട്ട് ആലപ്പുഴയിലെ ഡിസ്ട്രിക്റ്റിൽ വന്നിട്ട് ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടെ പോയതിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന സ്ഥലം ഏതാ? ജിൻ ഫാക്ടറി. ജിൻ ഫാക്ടറി എത്ര ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല, താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിരിക്കാം. നമ്മുടെ ജിൻ സീരീസിലെ ഫസ്റ്റ് എപ്പിസോഡാണത്. വേറെ ലെവൽ ഒരു എക്സ്പീരിയൻസ് ആണ് ആ വീഡിയോ, ആ ഒരു സ്ഥലം. സോ ആ ഒരു വീഡിയോ ആണ്. തമിഴ്നാട്ടിലെ ഒരു യൂട്യൂബറാണ് വാസു ബ്രോ. അദ്ദേഹത്തിന്റെ കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി അപ്രോച്ച് ചെയ്തിട്ട് അവരൊരിക്കലും വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുപരി വന്നിട്ട് ഇപ്പൊ ഞാൻ പോയി ചോദിച്ച ഉടനെ എന്തായാലും വന്നിട്ട് നമ്മളോട് കൊളാബ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മളെ കൂട്ടിക്കൊണ്ട് ഒരു പോകത്തില്ല. സോ അതിനായിട്ട് ടൈം ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ആരും ഫസ്റ്റ് പ്രൂവ് ചെയ്യണം, അതിനുള്ള സമയം നമുക്ക് വേണം. സോ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിങ്. സോ ഫ്യൂച്ചറിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഗോസ്റ്റ് ഹണ്ടിങ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് എത്തിപ്പെടാനുള്ള മോട്ടീവ്സ്. ഗോസ്റ്റ് ഹണ്ടിങ് ഞാൻ പറഞ്ഞില്ലേ, ചെയ്യുന്ന കണ്ടന്റ് വന്നിട്ട് യുണീക്ക് ആയിരിക്കണം, ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള പെർസ്പെക്റ്റീവ്, അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ ഇൻവെസ്റ്റിഗേഷൻ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ഫസ്റ്റ് എന്നൊരു കാര്യം പറയാം, പലരും വന്നിട്ട് ഈ കണ്ടന്റ് എന്താന്ന് പോലും മനസ്സിലാകാതെ വീഡിയോ കണ്ടിട്ട് നെഗറ്റീവ് കമന്റ്സ് ഇടുന്ന കുറെ പേരുണ്ട്. സപ്പോർട്ട് ചെയ്യുന്ന ടീംസും കുറെ പേരുണ്ട്. അവർക്ക് വന്നിട്ട് ഒരു കാര്യം ഒന്നുകൂടെ പറയാം, ഞാൻ വന്നിട്ട് പാരാനോർമൽ പഠിച്ചിട്ടില്ല, അല്ലാതെ വന്നിട്ട് പ്രേതങ്ങളെ കുറിച്ച് കലക്കി കുടിച്ചിട്ടില്ല, നെഗറ്റീവ് എനർജികളെ കുറിച്ച് ഞാൻ യാതൊരു എന്താ പറയാ ഒരു യുക്തിയോ ബോധമോ ഒന്നും എനിക്ക് ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ. ഞാൻ പഠിച്ചിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടുമില്ല. ഈ കണ്ടന്റ് വന്നിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഞാൻ വന്നിട്ട് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ചെയ്യുന്ന കണ്ടന്റ് ആണ്. ഓക്കെ, അതായത് ഞാൻ വന്നിട്ട് ഒരു സ്ഥലം വിസിറ്റ് ചെയ്യുന്നു, അവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എത്രത്തോളം ത്രില്ലിംഗ് ആയിട്ട് എത്തുന്നോ അതേപോലെ തന്നെ രസകരമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അതല്ലാതെ ഈ കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പഠിച്ചിട്ടല്ലേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എത്രയോ കണ്ടന്റ് ഉണ്ട്. ഇപ്പൊ ഫുഡ് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ കിച്ചൺ അടുക്കളയിൽ പോയിട്ട് പാചകം പഠിച്ചിട്ടാണ് ഫുഡ് റിവ്യൂ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. അത് ചിന്തിക്കുക, കോമൺ സെൻസ്. ഞാൻ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ക്രിയേറ്റീവ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ക്രിയേറ്റേഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോമാണ്. സോ അവിടെ വന്നിട്ട് നമ്മൾ ചെയ്യുന്ന കണ്ടന്റ് എത്രത്തോളം യൂണീക്ക് ആയിട്ട് ഓഡിയൻസിലേക്ക് എത്തിക്കുന്നോ അതാണ് അവരുടെ മൈൻഡ് സെറ്റ്, അതാണ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. സോ ഞാൻ ക്രിയേറ്ററാണ്. യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം അതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആരോ വന്ന് ഒരു സെക്കൻഡ്, സോറി ഗൈസ്, അപ്പുറത്തെ വീട്ടിലെ അമ്മൂമ്മയുടെ മൊബൈൽ ഫോൺ വന്നിട്ട് ചെറിയ കംപ്ലൈന്റ്, അത് വിളിച്ച സോറി. സോ എന്തോ പറഞ്ഞിട്ടിരുന്നത് ആ ഫ്ലോയും വിട്ടുപോയി. ഓക്കെ, ഇതാണ് അതായത് നിങ്ങൾ മറ്റുള്ള യൂട്യൂബിൽ വന്നിട്ട് മറ്റുള്ള കണ്ടന്റ് എങ്ങനെയാണോ കാണുന്നത്, എന്റർടൈൻമെന്റ്. സോ അതേ പെർസ്പെക്റ്റീവ് തന്നെ കാണുക. വലിയ കളറടിച്ച ചമയങ്ങളൊന്നും ഇതിൽ വെച്ച് നിങ്ങൾ കാണണ്ട. ഞാൻ എല്ലാ വീട്ടിലും പറയുന്ന കാര്യങ്ങളാണ്, ഇത് എല്ലാവർക്കും വേണ്ടി പറയുന്നല്ല, ചില പ്രത്യേക ടീംസ്, സ്കൂട്ടർ ഗ്യാങ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബ്രോ എന്നെ മനസ്സിലായോ? എനിക്ക് ബ്രോയുടെ കൂടെ ഒരു ഗോസ്റ്റ് ഹണ്ടിങ് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ വരണമെന്നുണ്ട്, പറ്റുമോ? ബ്രോ സോറി, എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത്. കാരണം ഇതിൽ വന്നിട്ട് വേറെ നെയിം ആയിരിക്കും. മേ ബി ഇൻസ്റ്റാഗ്രാമിൽ ബ്രോ വന്നിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അതായത് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇതിന് മുന്നേ കൊണ്ടുപോയിട്ടുള്ളവർ ആരൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒന്ന് സുമേഷ്, എന്റെ ഫ്രണ്ട്, അവൻ മാത്രമേ ഉള്ളൂ എന്റെ ഫ്രണ്ടായിട്ട് എനിക്കറിയാവുന്ന ഒരാൾ, കൂടെ വന്ന ഒരാള്. അതിനുശേഷം വന്നിട്ടുള്ള എല്ലാവരും വന്നിട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ്.
സോ ആയുഷ് ആയിക്കോട്ടെ, ആകാശ് ആയിക്കോട്ടെ, ഇപ്പോൾ വരുന്ന നജീബ് ആയിക്കോട്ടെ, ഇതിനു മുന്നേ വന്നിട്ട് സോറി ആയുഷ് അല്ല, അയ്യോ അവന്റെ പേരെന്തായിരുന്നു, ആദർശ്, സോറി ആദർശ്. സോ അത് കഴിഞ്ഞിട്ട് ആയുഷ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബർ വന്നിട്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു. ലാസ്റ്റ് ഇതുവരെ പിന്നെ വന്നിട്ടില്ല. എന്താണ് പറ്റി എനിക്ക് ഒരു പിടുത്തമില്ല. സോ അത് സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പൊ നജീബിന് ഉൾപ്പെടെ സബ്സ്ക്രൈബേഴ്സിനെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് ഈ ഇഷ്യൂ വരുന്നത് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ വന്നിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഒരാളെ കൊണ്ടുപോകുന്നത് തന്നെ ഭയങ്കര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒന്ന്, അതായത് ഞാൻ പറയുന്നത് ട്രാവലിലെ ചെലവോ അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാര്യങ്ങളെ കുറിച്ചല്ല. അത് വേറൊരു സൈഡ്. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഓൺ ദ സ്പോട്ടിൽ നിന്ന് നമ്മൾ ലൊക്കേഷനിലോട്ട് പോകുക എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് അത് നമ്മൾ പറയുന്ന പോലെ ഈസി പരിപാടി അല്ല, വളരെ ഈസി പരിപാടിയേ അല്ല ഈ കണ്ടന്റ്. സോ അത് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പൊ ഈ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാല്, എന്നെ കൂടെ ഒരു ഗോസ്റ്റി വീഡിയോയിൽ കൊണ്ടുപോകുമോ, അതായത് കൊണ്ടുപോകുന്നത് കൊണ്ട് എനിക്ക് പ്രോബ്ലം ഇല്ല. ബട്ട് എന്താണ് ഇവിടെ വരുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു വീഡിയോ വന്ന അടുത്ത വീഡിയോ കാണത്തില്ല, അടുത്ത വീഡിയോ വന്നു കഴിഞ്ഞാൽ പുതിയ ആള് അടുത്ത വീഡിയോ കാണത്തില്ല. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കാണുന്ന ഓഡിയൻസിന്റെ മൈൻഡ് സെറ്റ് എന്തോന്നാണ് കാണിക്കുന്നത് എന്നുള്ള തോന്നൽ വരും. അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ നജീബിനെ ഫിക്സ് ആക്കിക്കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കാണ്. നജീബിന് ഇപ്പൊ എത്രത്തോളം പേടിയുണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ വന്നിട്ട് എത്രത്തോളം ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ അത് പോകെ 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 റെഡി ആയിക്കോളും. അത് മാറ്റിയെടുക്കുകയാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ അങ്ങനെ എടുത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു പക്ക ഒരാളെ സെറ്റാക്കി കൊണ്ടുവരാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉള്ള ഇതെനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളത് കൊണ്ടുപോകാം. ബട്ട് ഇപ്പോ നമ്മളുടെ സ്ഥിതിക്ക് സിറ്റുവേഷന് അത് പറ്റത്തില്ല, കുറച്ചും കൂടി കഴിയട്ടെ. ബ്രോ മഹായെ മിസ് ചെയ്യുന്നുണ്ടോ? യെസ്, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഞാൻ. വീണ്ടും ഒരിക്കൽ കൂടി പോകണം, കാരണം എനിക്ക് തോന്നുന്നത് ഏത് ഗോസ്റ്റിന് അടുത്താണ്. ഗോസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, മഹാ. പഴയ ഒരു വീഡിയോയിൽ ഗോസ്റ്റ് ആയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് സൂര്യയുടെ മരിച്ചു പോയ ഒരു ഫ്രണ്ട് നെയിമാണ് പറയുന്നത് എന്നും അതിൽ എന്തോ ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. അത് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് എന്തെങ്കിലും ആണോ ഗോസ്റ്റ് റിയൽ ആണെന്ന് ആദ്യമായി തോന്നാനുള്ള റീസൺ? ഇതാണ് കറക്റ്റ്. ഞാൻ മുന്നേ ഒരു കാര്യം പറഞ്ഞില്ലായിരുന്നു, ഒരു ബിഗ് സ്റ്റോറി. സോ അതിൻ്റെ ഒരു ഷോർട്ട് മിനി സംഭവമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. താങ്ക് യു, അവർ താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. യെസ്, ഇതാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഈ സംഭവം തന്നെയാണ്. വേറെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. അതിന്റെ മിനി സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഒരു കമന്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ബ്രോ, ശരിക്കും ഈ പ്രേതത്തെ കാണുമ്പോൾ ഒരു ബ്ലാക്ക് രൂപമാണ് കാണുന്നത്. അപ്പം ഇവർക്ക് മുഖമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ, അതോ ഇവർക്ക് ബ്ലാക്ക് രൂപം മാത്രമേ ഉള്ളൂ? ഫസ്റ്റ് വന്നിട്ട് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, സിനിമയിൽ കാണുന്ന പ്രേതങ്ങളല്ല റിയൽ ആയിട്ട് നമ്മൾ കാണുന്ന പ്രേതങ്ങള്, അല്ലെങ്കിൽ റിയൽ ആയിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങള്, രണ്ടിലും നല്ല ഡിഫറൻസ് ഉണ്ട്. അത് പേഴ്സണലായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വന്നിട്ട് അത് ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് വന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ മൈൻഡ് സെറ്റിൽ. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ അങ്ങനെ സിനിമയിലോട്ടേ പോകത്തുള്ളൂ. അവിടുത്തെ രൂപം ഇവിടുത്തെ രൂപം അങ്ങനെ തോന്നത്തുള്ളൂ. സിനിമയിലെ പ്രേതങ്ങളല്ല റിയൽ വേൾഡിലുള്ള പ്രേതങ്ങൾ. ഫസ്റ്റ് അത് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഗോസ്റ്റ് ഹണ്ടിങ് വീഡിയോ എക്സ്പീരിയൻസ്. അത് വന്നിട്ട് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഗോസ്റ്റ് ഹണ്ടിങ് ഞാൻ ചെയ്യാൻ പോകുന്നത് കറക്റ്റ് രാത്രി 1:30 ഒറ്റയ്ക്ക്. അത് ഷൂട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നു. ആ സമയത്തൊക്കെ റോഡ് കാണുമ്പോൾ പോലും ഭയമാണ് എനിക്ക്. വീട്ടിൽ വന്നു 3 ദിവസത്തേക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നു. എവിടെ പോയാലും എന്തോ ആരോ പറഞ്ഞ് വരുന്ന ഫീല് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു 3 ദിവസത്തേക്ക്. ആദ്യത്തെ ഗോസ്റ്റ് വീഡിയോ. ക്വസ്റ്റ്യൻ, ബ്രോ ശരിക്കും ഗോസ്റ്റ് ഉണ്ടോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാമോ? അടുത്ത ക്വസ്റ്റ്യൻ, സ്കിപ്പ്. തമിഴിലെ കൂടെ കേളുങ്ക ബ്രോ, தமிழ் ஃபேன்ஸும் இருக்கோம். யார் இது? பிரவீன் பானு. நீங்க தமிழ்ல கேள்வி கேளுங்க, நான் தமிழ்ல பதில் சொல்றேன். ഓക്കേവാ. അടുത്ത ക്വസ്റ്റ്യൻ. ചേട്ടൻ ഗോസ്റ്റ് ഹണ്ടിങ്ങിന് പോകുന്ന ഷോർട്സ് ഒക്കെ ഷോർട്സ് കൂടുതൽ ഇടാൻ നോക്കുക, അപ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടും. എവിടെ
ഷോർട്സ് ഇടുമ്പോഴത്തേക്ക് ഒരു 1-2 ഷോർട്സ് ഇട്ട് കഴിയുമ്പോൾ തന്നെ വരും, ചേട്ടാ ഗോ ഷോർട്സ് ഇട്ട് വെറിപ്പിക്കരുത് ചേട്ടാ, പ്ലീസ് ചേട്ടാ എന്ന് പറഞ്ഞാൽ കുറെ പേര് വരും. അപ്പൊ അതാണ് കാരണം ഞാൻ ഇപ്പൊ ഇടുന്നുണ്ട്, മാക്സിമം വെറുപ്പിക്കാതെ ഇടുന്നുണ്ട്. ഓക്കെ, എനിക്ക് എല്ലാ വീഡിയോസും ഇഷ്ടമാണ്, എല്ലാ വീഡിയോസും ഞാൻ കാണാറുണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ബോണക്കാട് ബംഗ്ലാവ് അതിന്റെ വീഡിയോ ചെയ്തില്ലേ, ചെയ്തു, അതിൽ ഗോസ്റ്റ് ഉണ്ടെന്ന് കാണിച്ചു. ബട്ട് മറ്റുള്ള ചാനൽസ് അതിലൊക്കെ പറയുന്നത് അവിടെ അങ്ങനെ ഒന്നും ഇല്ല എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തത്? ഇത് ഞാൻ മറ്റുള്ള വീഡിയോസ് കണ്ടത് കൊണ്ട് പറഞ്ഞതാണ്. എനിക്ക് ബ്രോയുടെ വീഡിയോസ് ഇഷ്ടമാണ് കാണാൻ. താങ്ക് യു. അതായത് ബോണക്കാട് ബംഗ്ലാവിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോയിൽ എന്താണ് സംഭവിച്ച, അവിടെ വെച്ച് ഞങ്ങൾക്കുണ്ടായ ഇൻസിഡന്റ് എന്താണ് എന്നതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ, ഫസ്റ്റ് എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ള ഒരു ഐഡിയ കിട്ടും, ഈ ക്വസ്റ്റ്യനുള്ള ഉത്തരവും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ മാരീഡ് ആണോ? നോ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രോ റിസ്ക് എടുക്കുന്ന അനുസരിച്ച് റീച്ച് ആകുന്നില്ല, നെഗറ്റീവ് പറയുമ്പോൾ എന്താണ് തോന്നാറുള്ളത്? ഞാനൊരു ബിഗ് ഫാൻ ആണ്, എല്ലാ വീഡിയോസും കാണാറുണ്ട്. താങ്ക് യു. റിസ്ക് എടുക്കുന്നതനുസരിച്ച് റീച്ച് ആകുന്നില്ല, സംഭവം കറക്റ്റാണ്. നമ്മൾ അടുത്ത മാസം ജനുവരി വന്നിട്ട് 31-ാം തീയതി ആകുമ്പോൾ 3 വർഷം കംപ്ലീറ്റ് ആകുവാണ്. 3 വർഷം കൊണ്ട് ഞാൻ നേടിയെടുത്ത സബ്സ്ക്രൈബർ 25,000 ആണ്. അതും ഈ വർഷം ജൂലൈ മാസം മുതലാണ് എനിക്ക് വന്നിട്ട് സബ്സ്ക്രൈബറിന്റെ കൗണ്ട് ഒന്ന് കൂടിയത്. എനിക്കത് എന്ത് പറയണമെന്ന് അറിയത്തില്ല. നോക്കാം, പറ്റുന്ന അത്രത്തോളം ഓടാം നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി. വേറെ ചോദിച്ചിരിക്കുന്ന വെച്ചാൽ നെഗറ്റീവ് പറയുന്നവരുടെ എന്താണ് തോന്നാറുള്ളത്? സിംപ്ലി വേസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹായ് സൂര്യ ബ്രോ, വീഡിയോ എല്ലാം കാണാറുണ്ട്, വീഡിയോ എല്ലാം സൂപ്പർ, എങ്ങനെ ഇത്രയും ധൈര്യം കിട്ടി? എനിക്ക് ധൈര്യമേ ഇല്ല, ഞാനും പേടിക്കുന്ന ഒരു വ്യക്തിയാണ്, നന്നായിട്ട് പേടിക്കുന്ന വ്യക്തിയാണ്. ബട്ട് കണ്ടന്റ് അതായി പോയത് കൊണ്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അത്രേ ഉള്ളൂ. ഇത്രയും റിസ്ക് എടുത്ത് വീഡിയോ ചെയ്തിട്ട് യൂട്യൂബ് എന്താണ് തന്നത് എന്നറിയാൻ ആഗ്രഹമുണ്ട്. ബ്രോയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞായിരുന്നു. ബ്രോ എന്തൊക്കെ കിട്ടി യൂട്യൂബിൽ നിന്ന്? എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ 25,000 സബ്സ്ക്രൈബേഴ്സ്, ഗോൾഡൻ സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെ കിട്ടിയിട്ടുണ്ട്. എമൗണ്ട് അത് പറഞ്ഞപ്പോഴാണ് കുറെ പേര് വന്നിട്ട് ഗോസ്റ്റ് ഹണ്ടിങ്ങിൽ ഭയങ്കര ക്യാഷ് കിട്ടാറുണ്ട്, ഭയങ്കര ഗോസ്റ്റ് കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അങ്ങ് കിട്ടും എന്ന് കുറെ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ആർക്കും യൂട്യൂബിനെ പറ്റി അറിയില്ല എന്നാണ് എൻ്റെ അർത്ഥം. എത്ര കിട്ടി ഇതുവരെ എനിക്ക് ഒരു രൂപ പോലും കിട്ടിയിട്ടില്ലെന്നല്ല, കിട്ടിയിട്ടുണ്ട്. അത് ഡെഡിക്കേറ്റ് ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം, കാരണം അതിൽ വേറെ കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത കമന്റാണ്, ബ്രോ ആദ്യമേ പറയട്ടെ, എൻ്റെ ഈ കമന്റിന് മറുപടി തരാലോ? കമന്റ് വാ. ബ്രോയുടെ മിക്ക വീഡിയോസും കണ്ടിട്ട് പ്രേതം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ബ്രോ വീഡിയോ കാണാൻ പ്രത്യേക രസമുണ്ട്. ഓക്കെ, എല്ലാ വീഡിയോസും ഒരേ സൗണ്ടാണ്, എന്താണ് അങ്ങനെ? പിന്നെ ബോണക്കാട് കൊണ്ടുപോയ പയ്യന്റെ, അതായത് എല്ലാ വീഡിയോയും ഒരേ സൗണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രേതത്തിന്റെ സൗണ്ട് ഏതാ? താങ്കൾ പറയും. ഏതാണ് ഗോസ്റ്റിന്റെ സൗണ്ട്? താങ്കൾ പറയും. അറിയില്ലല്ലോ, പിന്നെ എന്തിനാ ബ്രോ ഇങ്ങനെ ചോദിക്കുന്നത്? പിന്നെ വേറെ, ബോണക്കാട് കൊണ്ടുപോയ പയ്യന്റെ ആക്ടിങ്, അവന്റെ ഓവർ ആക്ടിങ് ആയിരുന്നു. മറുപടി തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓവർ ആക്ടിങ് ആയിരുന്നു. അവൻ അവിടെ എന്തുവേണ്ടി കഷ്ടപ്പെട്ടു, ബുദ്ധിമുട്ടി എന്നുള്ളത് എനിക്ക് അറിയത്തുള്ളൂ. ഓവർ ആക്ടിങ് ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതില്ല. അടുത്ത ക്വസ്റ്റ്യൻ, വീട് എവിടെയാണ്? ഉത്തരം പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉത്തരം പറഞ്ഞിട്ടുണ്ട്. മുന്നേ പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ജോലി എന്താണ്? ജോലി ഞാൻ പഠിച്ചു വന്നിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. സോ ഒരു 3-3.5-4 വർഷം വന്നിട്ട് 3 വർഷം വന്നിട്ട് ഒരു ഓഫീസിൽ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അത് കിട്ടിയതാണ് ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്. സൂപ്പർ പ്ലാൻ അല്ലേ? അതാണ് എന്തുകൊണ്ട് ഗോസ്റ്റ് വീഡിയോ ചാനൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് പറഞ്ഞിട്ടുണ്ട് ഉത്തരം ഞാൻ ഓൾറെഡി. എന്തുകൊണ്ട് കൂടുതൽ വീഡിയോ ഒറ്റയ്ക്ക് ചെയ്യുന്നു? പൈസ ഇല്ലാത്തതുകൊണ്ട്. എത്ര കാലം വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ വല്ലതും തന്നു സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങളെ?
പൈസ ആണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഡെഡിക്കേറ്റഡ് വീഡിയോ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബേഴ്സിന്റെ സപ്പോർട്ട് പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടുന്നുണ്ടോ? ഒരിക്കലുമില്ല. സബ്സ്ക്രൈബറിന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, സോറി, ഞാൻ പറഞ്ഞത് റീച്ച് കിട്ടുന്നില്ല എന്നാണ്. സോറി. ഇനിയും ഗോസ്റ്റ് വീഡിയോ അല്ലാതെ വേറെ വീഡിയോ ചെയ്യാൻ പ്ലാനിങ് ഉണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളുടെ ഇന്ന് മൂടിക്കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങുന്നതായിരിക്കും പരിപാടി. ഹായ് ചേട്ടാ, ചേട്ടന് യൂട്യൂബിൽ നിന്നും ഇൻകം കിട്ടി തുടങ്ങിയോ? വേറെ ഒന്നും കൊണ്ട് ചോദിക്കുന്നതല്ല. ഗോസ്റ്റ് ഹണ്ടിങ് സ്ഥലങ്ങളിൽ പോകുന്നതൊക്കെ കുറെ ചിലവുകൾ ഉണ്ടാകില്ലേ, അതുകൊണ്ട് ചോദിച്ചതാണ്. ഇൻകം കിട്ടി തുടങ്ങിയെന്ന് ചോദിച്ചാൽ കിട്ടി തുടങ്ങി. ബട്ട് അത് എത്രത്തോളം കിട്ടുന്നുണ്ട്, എങ്ങനെ കിട്ടുന്നുണ്ട്, എങ്ങനെയാണ് അതിന്റെ പരിപാടി എന്നൊക്കെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ചിലവുകൾ എന്ന് ചോദിച്ചാൽ ചില യൂട്യൂബേഴ്സ് ഞാൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്. എനിക്ക് വന്നിട്ട് ഭയങ്കര ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതായത് എനിക്ക് എന്നുപരി ഗോസ്റ്റ് ഹണ്ടിങ് കണ്ടന്റ് ഭയങ്കര ഏണിങ്സ് കിട്ടാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഗോസ്റ്റ് ഹണ്ടിങ് ആണല്ലോ ഇപ്പൊ ട്രെൻഡിങ്. ഒന്ന് ചെയ്തു നോക്കുക, പറയാമല്ലോ ട്രെൻഡിങ് എങ്ങനെ ഉണ്ടെന്നുള്ളത്, സൂപ്പർ ആയിരിക്കും എന്നുള്ളത്. കളത്തിലോട്ട് ഇറങ്ങി വാ മക്കളെ. അതായത് എന്നെ ഫസ്റ്റ് തൊട്ട് ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ചാനലിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ വരെ ഏകദേശം ഒരു 100-100 സംതിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ വീഡിയോസുകളെല്ലാം തന്നെ 3 ഷർട്ട്, എന്റെ ദാരിദ്ര്യം പറയാനില്ല, ബ്രൗൺ, ബ്ലാക്ക്, ഈ 3 ഷർട്ടാണ് ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എമൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ഇങ്ങനെ ഇട്ടാണെന്ന് നടക്കുന്നത്. ഹൗ ഗെറ്റ് ദ നെയിം ഓഫ് ചാനൽ? ഈ ചാനലില് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത് എന്നുള്ളതാണ്. അതായത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അതിനു മുന്നായിട്ട് ഈ ചാനൽ വന്നിട്ട് ഈ ഡെയറിങ് സൂര്യ എന്നുള്ള പേരല്ല ഈ ചാനലിന്റെ ഫസ്റ്റ് പേര്. ഇതിനു മുന്നേ വേറൊരു പേരുണ്ടായിരുന്നു, ഡാർക്ക് വേൾഡ് എന്നായിരുന്നു ആ ചാനലിന്റെ പേര്. അത് പിന്നീട് മാറ്റി എൻ്റെ പേര് തന്നെ ഇടാം എന്നുള്ളതിന്റെ പെർസ്പെക്റ്റീവില് ആ പേര് ചേഞ്ച് ചെയ്താണ് ഈ ഡെയറിങ് സൂര്യ എന്ന് പേരിട്ടത്. ഈ പേര് വന്നിട്ട് ഞങ്ങള് കുറെ നാളെ ഇരുന്ന് ആലോചിച്ചായിരുന്നു ഏത് പേര് ചേഞ്ച് ചെയ്യാം, ഇതിലോട്ട് ചേഞ്ച് ചെയ്യാം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, സോ അവള് സജസ്റ്റ് ചെയ്ത പേരാണ് ഈ ഡെയറിങ് സൂര്യ എന്ന് പറഞ്ഞ പേര്. സോ ഇപ്പൊ നിങ്ങൾ വിളിക്കുന്ന ഡെയറിങ് സൂര്യ. എൻ്റെ പേര് അമ്മു. വീഡിയോസ് എല്ലാം കാണാറുണ്ട്. ഒരു വീഡിയോ എടുക്കുന്നതിന്റെ കഷ്ടപ്പാട് പറഞ്ഞിട്ടുണ്ട്. വീഡിയോയിൽ ചാനൽ നല്ലപോലെ റീച്ച് ആവുകയും ബുദ്ധിമുട്ടുകളൊക്കെ മാറി നല്ല വീഡിയോസ് ഇനിയും ഇടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാർത്ഥമായി. താങ്ക് യു. നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ അത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലത്ത് പോകുമ്പോഴത്തെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിക്കും, നമ്മൾ ഭയക്കും. കാരണം നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഇപ്പോൾ വരെ നമ്മൾ ജീവിക്കുന്ന അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ചേഞ്ച് വേറെ. ആ സമയത്തുണ്ടാകുന്ന അറ്റ്മോസ്ഫിയർ വന്നിട്ട് വേറെ ആയിരിക്കും. അപ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻറ്റ് തന്നെ നമ്മളെ ഉള്ളിൽ ഭയം ക്രിയേറ്റ് ചെയ്യും. സോ നമ്മൾ ഭയക്കും. കാരണം എല്ലാ സ്ഥലത്തും നെഗറ്റീവ് എനർജി ആവില്ലല്ലോ. കറക്റ്റ്. ചിലപ്പോൾ മനുഷ്യന്മാരാവുമല്ലോ. നെഗറ്റീവ് എനർജി എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? മനുഷ്യന്മാരാണെങ്കിലും നെഗറ്റീവ് എനർജികളാണെങ്കിലും ഭയം എന്ന് പറയുന്ന സംഭവമാണ് ഫസ്റ്റ് ക്രിയേറ്റ് ആകുക. അത് മനുഷ്യന്മാരാണെങ്കിലും അതേ സംഭവം തന്നെ ക്രിയേറ്റ് ആകുന്നത്. സൗണ്ട് കൊണ്ടല്ലാതെ എന്തെങ്കിലും നമുക്ക് പ്രത്യേകമായി ഫീൽ ചെയ്യാൻ സാധിക്കുമോ? ഒരു തണുപ്പ് ഫീലാകും, പെട്ടെന്ന് ചൂട് ഫീലാകും. അതായത് അതുവരെ ഉണ്ടാകുന്ന തണുപ്പോ ചൂടോ അല്ലാതെ എക്സ്ട്രീം ലെവലിൽ പെട്ടെന്ന് നമുക്ക് ഫീലാകും. അതൊരു പോയിന്റാണ്. കൂടെ ചേട്ടന്റെ ഉള്ളിൽ ഒരു എനർജി മീൻസ് ധൈര്യം ഉണ്ടാകുമല്ലോ, അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? കണ്ട വഴി ഓടുക. പ്രാർത്ഥനയോ അതോ മറ്റെന്തെങ്കിലും ചെയ്യാറുണ്ടോ? അങ്ങനെ ബാഡായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഉൾഭയം ഒരിക്കലും തോന്നിയിട്ടുണ്ട്. ജിൻ ഫാക്ടറിയിലും മറ്റു പല വീഡിയോസും വന്നിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ, ഒറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്നുള്ള ഒരു ഉൾഭയം ക്രിയേറ്റ് ആകാറുണ്ട്. ആ സമയങ്ങളിൽ വന്നിട്ട് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല, ഓടാനുള്ള എനർജി കാണത്തില്ല, നിന്ന് പോരാടാനുള്ള എനർജിയും ഇല്ല. ഉള്ളിൽ വന്നിട്ട് നമ്മൾ ഇതിനു മുന്നേ അനുഭവിച്ച ഇൻസൾട്ട് അത് മാത്രമേ കാണത്തുള്ളൂ. അത് മാത്രം സ്വീകരിച്ചുകൊണ്ട് എനർജിയായി കൺവേർട്ടായി നിന്ന് പോരാടുക എന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ള ഗൈസ്. കമന്റ് ഇട്ട എല്ലാവർക്കും വന്നിട്ട് താങ്ക് യു. എല്ലാ കമന്റ്സിനും റീപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. എല്ലാവർക്കും ഉത്തരം കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് ചോദിച്ചിട്ടുള്ള ഇൻകം അത് വേറെ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം.
പിന്നുള്ളത് പേഴ്സണൽ എക്സ്പീരിയൻസ്, അതും ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. അതല്ലാതെ ബാക്കി എല്ലാത്തിനും ഉത്തരം തന്നിട്ട് ഉണ്ട്. ഓക്കെ ഗൈസ്, ഇനിയും പറയാൻ പോകുന്ന ഗോസ്റ്റ് വീഡിയോസ് എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എനിവേ അടുത്ത ഒരു ഗോസ്റ്റ് വീഡിയോയുമായി വരുന്നവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ സേഫ് ഗൈസ്.